ഇന്ന് മുന്നേറ്റത്തിൽ എന്നോടൊപ്പം ചേരുന്നത് ഹോംസ് ഫോറിന്റെ ഫൗണ്ടർ ആൻഡ് ദ മാനേജിംഗ് ഡയറക്ടർ ഫസലു റഹ്മാനാണ്. വെൽക്കം ടു മുന്നേറ്റം. ഞാൻ പറയുന്ന സെലിബ്രിറ്റീസിന്റെ വീട് ഡിസൈൻ ചെയ്യാനായിട്ട് സാറിനൊരു അവസരം തരുകയാണെങ്കിൽ എന്ത് എലമെന്റ് ആയിരിക്കും ഓരോരുത്തരുടെയും വീടിന് സാറ് നൽകുക? ആദ്യം സാറിലേക്ക് വരുന്നത് നമ്മുടെ പൃഥ്വിരാജാണ്. ഫാമിലി ആയിട്ട് ഇരിക്കാവുന്ന സ്പേസ് കാര്യങ്ങളായിക്കോട്ടെ. മഞ്ജു ചേച്ചിയാണ് വരുന്നതെങ്കിൽ മേക്കപ്സ് കാര്യങ്ങൾ വരുന്ന അത്യാവശ്യം നല്ലൊരു റൂം കാര്യങ്ങൾ. ടൊവിനോയിലേക്ക് വരികയാണെങ്കിൽ വീടായിട്ട് കണക്ട് ചെയ്തിട്ട് അത്യാവശ്യം നല്ലൊരു ജിം കാര്യങ്ങൾ. ആ ഒരു ശരാശരി മലയാളി അയാളുടെ ഏത് പ്രായത്തിലാണ് വീട് പണിയേണ്ടത്? 25 അങ്ങോട്ടാണ് ചെയ്യേണ്ടത്. 10 വർഷത്തെ ഗ്യാരണ്ടിയുടെ ഒരു രഹസ്യം എന്താണ്? നമ്മുടെ ഭാഗത്തുനിന്ന് വരുന്ന എന്ത് ഇതാണെങ്കിലും നമ്മൾ 10 വർഷം സർവീസ് നമ്മൾ ചെയ്ത് കൊടുക്കും. ഒരിക്കലും ഒരു കസ്റ്റമേഴ്സ് മാത്രമായിട്ട് പ്രയോറിറ്റി നമ്മൾ കൊടുക്കാറില്ല. എല്ലാ കസ്റ്റമേഴ്സിനും ഒരേപോലെ പ്രയോറിറ്റി കൊടുത്ത് അവരെല്ലാവരുടെ സ്വപ്നമാണ്. അപ്പോൾ അതിനത്രയും പ്രയോറിറ്റി കൊടുത്തിട്ട് മാത്രമാണ് നമ്മൾ ചെയ്യുക. ജെൻ സി കുട്ടികളിലേക്ക് വരുമ്പോൾ അവർ ഈ വാസ്തു ഫെൻഷുയി പോലുള്ള കാര്യങ്ങളിൽ വല്ല വിശ്വാസം കാണിക്കുന്നുണ്ടോ? ഇല്ല. ഇപ്പോൾ വളരെ കുറഞ്ഞു വരുന്നുണ്ട്. ഭൂമി തിരഞ്ഞെടുക്കുന്ന സമയത്ത് എന്തെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ടോ സർ? നമുക്ക് ആ ഒരു ഫാമിലിക്ക് അങ്ങനെ ഒരു വിശ്വാസം ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാതിരിക്കാന്നുള്ള. അവർക്ക് ആ ഒരാൾക്ക് ചിലപ്പോൾ അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ പിന്നെ ആ ഭാവിയിൽ അവിടെ താമസിക്കുമ്പോൾ മുഴുവനായിട്ടും വേറെ എന്തെങ്കിലും ഇഷ്യൂ ആവും വരുന്നത്. പക്ഷെ നമ്മൾ അതിലോട്ടായിരിക്കും കണക്ട് ചെയ്യാം. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഇപ്പം വളരെ ട്രെൻഡിങ് ആണ് നമ്മുടെ സെലിബ്രിറ്റീസിൻ്റെ വീടുകൾ യൂട്യൂബിലൊക്കെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. മമ്മൂക്കയുടെ ഇപ്പോൾ കൊച്ചിയിലെ വീട് തന്നെ, പനമ്പള്ളി നഗറിലെ വീട് തന്നെ അവരൊരു എന്താ പറയുക, ഒരു സ്റ്റേ ഔട്ടിന് വേണ്ടി, സ്റ്റേക്കേഷന് വേണ്ടിയൊക്കെ നൽകുന്നുണ്ട്. അപ്പം അതുമായിട്ട് റിലേറ്റ് ചെയ്തൊരു സെഗ്മെൻ്റാണ്. വേറൊന്നുമില്ല സാറേ, ഞാൻ പറയുന്ന സെലിബ്രിറ്റീസിൻ്റെ വീട് ഡിസൈൻ ചെയ്യാനായിട്ട് സാറിനൊരു അവസരം തരുകയാണെങ്കിൽ, കിട്ടുകയാണെങ്കിൽ എന്ത് എലമെൻ്റ് ആയിരിക്കും ഓരോരുത്തരുടെയും വീടിന് സാറ് നൽകുക? ഹോംസ് ഫോറിൻ്റെ നിലയിൽ, ഹോംസ് ഫോറിൻ്റെ ഭാഗത്ത് നിന്ന് എന്തായിരിക്കും നൽകുക എന്നുള്ളതാണ്. റെഡിയാണ് സാർ? ഓക്കെ. ആദ്യം സാറിലേക്ക് വരുന്നത് നമ്മുടെ ലാലേട്ടനാണ്. ലാലേട്ടന്റെ വീട് ഡിസൈൻ ചെയ്യാനായിട്ട് സാറിന് ഒരു അവസരം ലഭിച്ചാൽ എന്ത് എലമെന്റ് ആയിരിക്കും സാർ ആഡ് ചെയ്യുക? അവരെ സംബന്ധിച്ച്, ലാലേട്ടനെ സംബന്ധിച്ച് കൂടുതൽ വീട് കണ്ട തന്നെ നമുക്ക് മനസ്സിലാവും. ആന്റിക് പീസ് കാര്യങ്ങൾ കുറെ കാണാറുണ്ട്. ആനക്കൊമ്പ് അങ്ങനെ ഉണ്ട്. ഇപ്പോഴത്തെ ഫ്ലാറ്റ്, നമ്മൾ ലാസ്റ്റ് ഒരു ഫ്ലാറ്റിൽ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്പേസ് കാര്യങ്ങൾ, വാള് കാര്യങ്ങൾ, ആന്റിക് പീസ് കാര്യങ്ങൾ കൊടുക്കുക. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഇതുണ്ടാവും. കാര്യങ്ങൾ മാക്സിമം സ്പേസ് കാര്യങ്ങൾ കണ്ടെത്തുക. ആ രീതിയിലായിരിക്കും. ഓ, അടിപൊളി. ഇനി മമ്മൂക്കയാണ്. കാരണം മമ്മൂക്കയ്ക്ക് ഭയങ്കര ടേസ്റ്റ് ആണെന്ന് അറിയാം എല്ലാ കാര്യത്തിലും. സിനിമാസിന്റെ ചോയ്സിലാണെങ്കിലും വീടിന്റെ കാര്യത്തിലായാലും മമ്മൂക്കയാണ് വരുന്നതെങ്കിൽ എന്തായിരിക്കും സാർ പറയുക? നമുക്ക് സംബന്ധിച്ച് നമുക്കറിയില്ല, 369 ആ ഒരു കാറിന് കാര്യങ്ങളോടാണ് കൂടുതൽ കമ്പം വരുന്നത്. അത് കഴിഞ്ഞ് ഗാഡ്ജറ്റ് കാര്യങ്ങൾ, ഇലക്ട്രോണിക്സ് കാര്യങ്ങൾ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ഒരു ഗ്യാരേജ് കാര്യങ്ങൾ സെറ്റ് ചെയ്യുക. വീടിനോടായിട്ട് വീടിന് ആക്സസ് കാര്യങ്ങൾ പെട്ടെന്ന് കിട്ടുന്ന ഒരു ഗ്യാരേജ് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ കാറ് കാര്യങ്ങളെല്ലാം. അത്രയും കാറുകൾ ഉള്ളതുകൊണ്ട് വീട്ടിൽ നിന്ന് തന്നെ ആക്സസ് ചെയ്ത് നേരെ ഗരാജിലോട്ട് കയറുക. ആ രീതിയിലായിരിക്കും. ഫുള്ളി വെൽ ലാൻഡ്സ്കേപ്പ് ചെയ്തൊരു ഗരാജ് ആയിരിക്കും മനസ്സിലുണ്ടാവുക. അടിപൊളി. ഇനി പൃഥ്വിരാജാണ്. കാരണം ഇപ്പൊ പൃഥ്വി ഇപ്പൊ തെലുങ്കിൽ പോകുന്നുണ്ട്. എല്ലാം പാൻ ഇന്ത്യൻ ആയിട്ട് പൃഥ്വി ഇങ്ങനെ ഓടി നടന്ന് സിനിമകൾ ചെയ്യുന്ന ഒരു സമയമാണ്. സോ പൃഥ്വിയുടെ ഒരു വീട് പണിയാനായിട്ടുള്ള ഒരു ഓപ്ഷൻ വന്നാൽ എന്ത് എലമെന്റ് ആയിരിക്കും സാർ കൊടുക്കുക? ഒത്തിരി കുറച്ച് മോഡേൺ ആയിട്ട്, അതുകൂടെ തന്നെ ഫാമിലി അത്യാവശ്യം അദ്ദേഹത്തിന് ഫാമിലി വലിയ പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫാമിലി ആയിട്ട് ഇരിക്കാവുന്ന സ്പേസ് കാര്യങ്ങളായിക്കോട്ടെ, ഡൈനിങ് സ്പേസ് കാര്യങ്ങൾ, ഈ ഒരു ഫാമിലി ആയിട്ട് ഇത് പറ്റിയ നല്ലൊരു സ്പേസ് കാര്യങ്ങൾ. ഇറ്റ്സ് നൈസ്. കാരണം പൃഥ്വി വിത്ത് ഹോൾ ഫാമിലി ഒരു ഡിന്നർ ടേബിൾ, ഒരു ഭയങ്കരമായിട്ടൊരു ഡിന്നർ, എല്ലാവരും സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഡൈൻ ഔട്ട് സ്പേസ് ഒക്കെ കൊടുക്കുമ്പോൾ ഇറ്റ് ബി നൈസ്. ഓ, മിക്കവാറും വരും കേട്ടോ സാർ. ഇത് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് തന്നെ തോന്നുന്നുണ്ട് അടുത്ത. പിന്നെ മഞ്ജു വാര്യറാണ്. മഞ്ജു ചേച്ചിയാണ് മലയാളത്തിൻ്റെ ലേഡി സൂപ്പർ സ്റ്റാർ. മഞ്ജു ചേച്ചിയാണ് വരുന്നതെങ്കിൽ സാർ എന്തായിരിക്കും ഒരു എക്സ്ട്രാ എലമെന്റ് ആഡ് ചെയ്യുക വീട്ടിൽ? എക്സ്ട്രാ എലമെന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൂടുതൽ അഡ്വർടൈസും കാര്യങ്ങൾ കാണാറുണ്ട് നമ്മൾ. തീർച്ചയായും. അപ്പോൾ അതിന് മേക്കപ്സ് കാര്യങ്ങൾ വരുന്ന അത്യാവശ്യം നല്ലൊരു റൂം കാര്യങ്ങൾ, അതിന് പ്രയോറിറ്റി കൊടുക്കുക. അങ്ങനെ ആയിരിക്കും. ഒരു നല്ലൊരു മേക്കപ്പ് റൂം ആയിരിക്കും മഞ്ജു ചേച്ചി കൊടുക്കുക. കാരണം ചേച്ചി ഇപ്പം അസാധ്യമായിട്ട് എത്രയോ ജ്വല്ലറിയിലൊക്കെ ചേച്ചി പ്രത്യക്ഷപ്പെടുന്ന കാണാം. അപ്പം ചേച്ചിക്ക് ഏറ്റവും നന്നായിട്ട് ഒരുങ്ങാൻ പറ്റുന്ന പോലെ ഒരു വെൽ എക്യൂപ്ഡ് ഫേർണിഷ്ഡ് ആയിട്ടുള്ള ഒരു ഭയങ്കര ഫെസിലിറ്റീസ് ഉള്ള ഒരു മേക്കപ്പ് റൂം ആയിരിക്കും സാർ കൊടുക്കുക. അടിപൊളി. ഇനി ടൊവിനോ ആണെങ്കിൽ
പൃഥ്വി വന്നു. ടൊവിനോയിലേക്ക് വരികയാണെങ്കിൽ സാർ എന്തായിരിക്കും ടൊവിക്ക് ആഡ് ചെയ്യാൻ പോകുന്ന ഒരു എക്സ്ട്രാ എലിമെന്റ് എന്തായിരിക്കും വീട്ടിൽ? ടോവിനോനെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ അച്ഛനായിക്കോട്ടെ അദ്ദേഹമായിക്കോട്ടെ ജിമ്മ് കാര്യങ്ങളാണ് ആ. നമ്മൾ ശ്രദ്ധിച്ചത്. ആണ്. അദ്ദേഹത്തിന്റെ അച്ഛന്റെ ഫോട്ടോസ് കാര്യങ്ങൾ അത്യാവശ്യം നല്ല റീച്ച് ഇതാണ് ആ ടൈമിൽ. അപ്പോൾ വീടുമായിട്ട് കണക്ട് ചെയ്തിട്ടൊന്നും അത്യാവശ്യം നല്ലൊരു ജിമ്മ് കാര്യങ്ങൾ ആ ഒരു ഇതായിരിക്കും ഏറ്റവും ബെറ്റർ. അതാണ് കാരണം ഇനി മിന്നൽ മുരളിയുടെ അടുത്ത ഭാഗം വരാനുണ്ട്, ARM വരുന്നുണ്ട്, പിന്നെ അതുപോലെ ലോക്കയിലൊക്കെ വരുന്നുള്ളതുകൊണ്ട് എപ്പോഴും ടൊവിനോയ്ക്ക് 24/7 വർക്ക്ഔട്ട് ചെയ്യാനുള്ള ഒരു ജിം സ്പേസ് ആണ് ടൊവിക്ക് വേണ്ടി സാർ ഒരുക്കാൻ പോകുന്നത്. അടിപൊളി. ഇനി നമ്മുടെ ഇന്റർവ്യൂ സ്റ്റാർ ധ്യാൻ ശ്രീനിവാസനാണെങ്കിൽ, ധ്യാനാണ് വരുന്നത്. ഈ പറഞ്ഞ പോലെ എനിക്ക് സാർ എനിക്കൊരു വീട് വേണം, എൻ്റെ വീട്ടിൽ എന്തായിരിക്കും ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചാൽ വാട്ട് വിൽ യു ഡു? കൂടുതൽ ഫ്രണ്ട്സ് കാര്യങ്ങൾ നമ്മൾ വലിയൊരു ഗ്യാങ് തന്നെ ഉണ്ട് ആൾക്ക്. അപ്പോൾ അവരുമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം നല്ലൊരു സ്പേസ്. ഫ്രണ്ട്സിന് ചിൽ ഔട്ട് ചെയ്യാൻ പറ്റുന്ന പോലെ ധ്യാൻ ഡോണ്ട് വറി വിൽ ഗെറ്റ് യു എ വെരി എന്താ പറയുക ഭയങ്കര ഓൾ ഇൻ ഓൾ എല്ലാം ഉള്ള ചില്ലിങ് സ്പോട്ട് വീട്ടിൻ്റെ അകത്ത് തന്നെ നമ്മൾ സെറ്റ് ചെയ്യും, പുറത്ത് പോയി സെറ്റ് ചെയ്യേണ്ട. അതിനാണ് നമ്മൾ പ്രാതിനിധ്യം കൊടുക്കുക അല്ലേ സാർ? ഓക്കെ. അപ്പം ഇനി വീണ്ടും ബാക്ക് ടു ദ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ മലയാളികൾ സാറാണ് വരുന്നതെന്ന് പറഞ്ഞ് മുന്നേറ്റത്തിലെത്തുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിലേറ്റവും ഒരു ഫിനാൻഷ്യൽ അഡ്വൈസർ വീട് വയ്ക്കുന്നത് ഒരു മണ്ടത്തരമായിട്ട് പറയുന്ന ഒരു റീല് ഭയങ്കര ഹിറ്റായിരുന്നു. കാരണം വീടെന്ന് പറയുന്നത് ഒരു ഡെഡ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് റിട്ടേൺ ഇല്ല. അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ റെൻറ്റിന് താമസിച്ചാൽ റെൻറ്റ് മാസം കൊടുത്തങ്ങ് പോയാൽ മതി, ഒരു വലിയ ബൾക്ക് എമൗണ്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ മാറ്റി വയ്ക്കണ്ട. സോ വീട് ഇസ് എ ഡെഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ ആ റീലിനോട് സാർ എങ്ങനെ കമൻറ്റ് ചെയ്യും? വീട് എന്നുള്ളത് ആ ഒരു റീൽ നമ്മൾ അത്യാവശ്യം നല്ല റീച്ച് കാര്യങ്ങൾ ഉണ്ടായതാണ്. അതൊരു വികാരമാണ്. ഒരു വീട് എന്നുള്ളത് ഇല്ലാത്തവരെ സംബന്ധിച്ച് ചോദിച്ചാൽ അവർക്ക് ചിലപ്പോൾ ഇത് ഇതായില്ല, അവരുള്ളവരെ സംബന്ധിച്ച് ഓക്കെ, അതൊരു കൂടുതൽ ഫാമിലിയെ സംബന്ധിച്ച് ഒരു വികാരമാണ് വീട് എന്നുള്ളത്. കാരണം അവരെ സംബന്ധിച്ച് കഴിഞ്ഞ് റിട്ടയർഡ് ആകുമ്പോഴും കാര്യങ്ങൾ അവർക്ക് അതാണ്. അതിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാതെ അവരെ ഭാവിയും കൂടി ചിന്തിക്കണം. ഭാവിയിൽ ഇത് വീട് മാത്രം പോരാ, ഇനി ജീവിക്കണമെങ്കിൽ എന്തെങ്കിലും വേണം. അപ്പോൾ അതും കൂടി കണ്ടെത്തിയിട്ട് മാത്രം അതിന് ഫണ്ട് കണ്ടെത്തുക. അതിന് ഫുള്ളായിട്ട് ചിലവാക്കരുത് ഒരിക്കലും. നമ്മൾ റിട്ടയർഡ് ആകുമ്പോൾ ചിലപ്പോൾ കിട്ടുന്ന മുഴുവൻ തുക ഒരിക്കലും വീണ്ടും മാറ്റി വെക്കരുത്. ഭാവി അവർക്ക് ജീവിക്കണം, അതും കൂടി കണ്ടിട്ട് ഇതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളത് തന്നെയാണ്. അതാണ് രണ്ടും നോക്കണം. ഡെഡ് ഇൻവെസ്റ്റ്മെന്റ് അല്ല, നമുക്ക് പറ്റുന്ന രീതിയിലുള്ളൊരു വീട് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും വലിയൊരു സ്വപ്ന സാക്ഷാത്കാരമാണ് ഓരോ വീടും എന്ന് സാറ് പറയുന്നു. പിന്നെ സാറേ വേറെ കുറച്ച് ചോദ്യങ്ങൾ ഞങ്ങളുടെ ജെൻസി പിള്ളേരുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്, വീടുമായിട്ട് റിലേറ്റ് ചെയ്താണ്. അത് സാറ് ഇതിലേതാണ് സാറിൻ്റെ ചോയ്സ് എന്ന് എന്നോടൊന്ന് പറഞ്ഞാൽ മതി. ആദ്യത്തേത് മോഡേൺ ഹോംസ് ഓർ ട്രഡീഷണൽ ഹോംസ്? ജെൻസി കുട്ടികൾ മോഡേൺ ഹോംസ് ആണോ ട്രഡീഷണൽ ഹോംസ് ആണോ? സാറിന് ഏതാണ് പേഴ്സണലി ഇഷ്ടം? എനിക്ക് സംബന്ധിച്ച് മോഡേൺ തന്നെയാണ്. മോഡേൺ ഹോംസ് ആണ്. ട്രഡീഷണൽ ഓക്കെ. എന്നാലും മോഡേൺ ഹോംസിനാണ് സാർ ഒന്ന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഗ്ലാസ് വാൾസ് ഓർ മഡ് വാൾസ്? ഗ്ലാസ് ഭിത്തികളാണോ അതോ സാറിന് നല്ല തേച്ച മൺഭിത്തികളാണോ? ഗ്ലാസ് വാൾ. സാർ എനിക്കോട് കുറച്ച് മോഡേണൈസ്ഡ് കൺസെപ്റ്റ് ഉള്ള ഒരാളാണ്, നമ്മുടെ ആളാണ്, ജെൻസി കുട്ടികളുടെ ആളാണ് സാറ്. ഓക്കെ. ഫോൾ സീലിംഗ് ഓർ ദ നോർമൽ സീലിംഗ്? കാരണം ഇന്നത്തെ ഭയങ്കര ട്രെൻഡാണ് സാറിന് അറിയാം ഫോൾ സീലിംഗ്. ഫോൾ സീലിംഗ് ആണോ നോർമൽ സീലിംഗ് ആണോ സാർ ഏതാ പ്രിഫർ ചെയ്യുന്നത്? ആണ് ഇന്റീരിയർ ഏതാണോ ഡിമാൻഡ് ചെയ്യുന്ന പ്രിഫർ ചെയ്യുന്ന അതുപോലെയാണ്. റെന്റിങ് എ ഹൗസ് ഓർ ഓണിങ് എ ഹൗസ്? ഓണിങ് തന്നെയാണ്. അത് ഞാനും അതാണ് സാർ. കാരണം നമ്മൾ നമ്മുടെ വീട്ടിൽ കയറി കിടന്ന് ഉറങ്ങുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ട്. എല്ലാത്തിനും പെർമിഷൻ കാര്യങ്ങൾ വേണ്ടിയിട്ട് ചിലപ്പോൾ എന്തെങ്കിലും എല്ലാത്തിനും ഓരോ ബുദ്ധിമുട്ടുകളായിരിക്കും. റെന്റ് നമുക്ക് അറിയാമല്ലോ, നമ്മളിപ്പോൾ എറണാകുളത്ത് തന്നെ താമസിക്കുമ്പോൾ പല ബുദ്ധിമുട്ടാണ്. കാരണം എല്ലാത്തിനും ചില കാര്യങ്ങൾ നമ്മൾ റെസ്റ്റ് കാര്യങ്ങൾ വരുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് വരും. അത് ശരിയാണ്. സാറ് പറഞ്ഞാൽ ഒരു 500-600 സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ നമ്മുടേതെന്ന് പറഞ്ഞ് നമ്മുടെ മണ്ണി ചവിട്ടി നമ്മുടെ കട്ടിൽ കിടന്ന് ഉറങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ ഉണ്ട്, അത് ഒരു റെന്റ് വീട്ടിൽ നമുക്ക് കിട്ടത്തില്ല അല്ലേ സാർ? ഇപ്പം പറയുന്ന പോലെ പോക്കറ്റിൽ അറിഞ്ഞ് ഉള്ള രീതിയിൽ മാത്രം വീട് വയ്ക്കുക, അത് മാത്രമാണ് സാറ് തരുന്നൊരു ഉപദേശം. സാറേ ഇപ്പം ചെയ്യുന്നൊരു കാര്യമാണ് സ്വിമ്മിംഗ് പൂൾ വീട്ടിൻ്റെ മുകളിൽ ചെയ്യാറുണ്ട്. സോ സ്വിമ്മിംഗ് പൂൾ ഓൺ ദ ടോപ്പ് ഓഫ് ദ ഹൗസ് ഓർ സ്വിമ്മിംഗ് പൂൾ ഔട്ട് സൈഡ്? സാർ ഏതാ പ്രിഫർ ചെയ്യുക? ടോപ്പ് സൈഡ്. നമുക്ക് ഇപ്പോഴത്തെ സ്ഥലത്തിൻ്റെ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളൊക്കെ അറിയല്ലോ, അത്രയും സ്പേസ് കാര്യങ്ങൾ അതിന് വേറെ കണ്ടെത്തേണ്ടി വരും. ഏറ്റവും ബെറ്റർ ആയിട്ട് അതിനനുസരിച്ച് സ്ട്രക്ചർ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ടോപ്പ് തന്നെയാണ് ബെറ്റർ. ടോപ്പിൽ തന്നെയാണ്, നമുക്കൊരു ഇൻഫിനിറ്റി പൂളിൻ്റെ ഒരു ഫീലിംഗും കിട്ടും. ഓക്കെ. സോ സാറ് ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര മോഡേൺ ആയിട്ടുള്ള കൺസെപ്റ്റുകളുണ്ട്. കാരണം ഹോംസ് ഫോറിൻ്റെ വീടുകൾ നോക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും. മലപ്പുറം ഭാഗത്തൊക്കെ നമ്മൾ ചെന്നാൽ ഇത്രയും ക്ലയൻസ് എന്തുകൊണ്ടാണ് ഹോംസ് ഫോറിലേക്ക് വരുന്നത് എന്നുള്ള റീസൺ യു ജസ്റ്റ് ഗോ ആൻഡ് സീ എ ഹൗസ്, എക്സ്പീരിയൻസ് എ ഹൗസ് ദാറ്റ് ബീൻ ബിൽഡ് ബൈ ഹോംസ് ഫോർ, യു വിൽ നോ ദ റീസൺ ഫോർ ഇറ്റ്. സർ ഈ ഹോംസ് ഫോറിൻ്റെ പകുതി പണത്തിന് വീട് എന്നൊരു കൺസെപ്റ്റ് വരുമ്പം തന്നെ ആൾക്കാർക്കിടയിൽ ഒരുപാട് സംശയങ്ങളുണ്ടാവാം.
ഏറ്റവും കൂടുതൽ സാർ അങ്ങനെ കേൾക്കുന്നൊരു സംശയം എന്താണ്? പക്ഷേ നമ്മൾ ഇതില്ലാത്തതാണ്. അങ്ങനെ കുറേ നെഗറ്റീവ് കമൻറ്റ്സ് കാര്യങ്ങൾ ഇവരോടൊക്കെ നമ്മൾ ആദ്യം തന്നെ പറയാറ് നമ്മളെ സൈറ്റ് കാര്യങ്ങൾ ഡയറക്റ്റ് പോയി കാണാം. നമുക്കിന്ന് ഏത് ഏരിയയിലാണെങ്കിലും അവിടെയൊക്കെ നമുക്ക് സൈറ്റ് വരുന്നുണ്ട്. ആ. അപ്പോൾ ഡയറക്റ്റ് പോയി വിസിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ സാർ ഈ ചെയ്യുന്ന വീടുകളുടെ ക്വാളിറ്റി ചെക്ക് ചെയ്യാനായിട്ട് വീട് ഉണ്ടാക്കുന്നവർക്കും അതുപോലെ തന്നെ അവർക്ക് വേണ്ടപ്പെട്ട ആൾക്കാർക്കും ഒക്കെ കാണാനായിട്ടുള്ള ഒരു സൗകര്യം കൂടെ സാർ ഒരുക്കുന്നുണ്ട് അല്ലേ? അവർ അടുത്തുള്ള ഇതിൽ തന്നെ മിനിമം ഒരു 10 കിലോമീറ്ററിനുള്ളിൽ തന്നെ എല്ലാ ഏരിയയിലും നമുക്ക് സൈറ്റ് ഉണ്ട്. അപ്പോൾ അവരെവിടെയാണോ വീട് വരുന്നത് അവർക്ക് ഡയറക്റ്റ് ആ സൈറ്റ് നമ്മുടെ കൺസ്ട്രക്ഷൻ നടക്കുന്ന സൈറ്റുകളെല്ലാം നമുക്ക് ഏത് സ്റ്റേജ് വേണമെങ്കിലും അതെല്ലാം നമുക്ക് ഓരോ സ്റ്റേജ് നടക്കുന്ന സൈറ്റുകളുണ്ടാവും. ഇത്രയും സൈറ്റ് ഉണ്ടായതുകൊണ്ട് അത്രയും നമുക്ക് സൈറ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ ഡയറക്റ്റ് പോയി കാണാം, കസ്റ്റമേഴ്സായിട്ട് മീറ്റ് ചെയ്യാം, ആ ഒരു ക്ലയൻറ്റായിട്ട് മീറ്റ് ചെയ്യാം, എന്തിനും നമുക്ക് ചെയ്തു കൊടുക്കാവുന്നതാണ് അവർക്ക് വേണ്ട കാര്യങ്ങൾ. ഇപ്പം നമ്മുടെ കയ്യിലൊരു 10 ലക്ഷം രൂപയുണ്ട്, നമ്മുടെ വീടിന്റെ ബഡ്ജറ്റ് 20 ലക്ഷം രൂപയാണെങ്കിൽ 10 ലക്ഷം രൂപ നമ്മുടെ ഹോംസ് ഫോറിന് നൽകുന്നു, ബാക്കിയുള്ള 10 ലക്ഷം പലിശയില്ലാതെ തവണകളായിട്ട് നമുക്ക് അടച്ചാൽ മതി. എന്തെങ്കിലും രീതിയിൽ ഇപ്പം എൻ്റെ ഈ EMI മുടങ്ങിയാൽ എന്തായിരിക്കും സാർ സംഭവിക്കുക? നോർമലി ചില കേസുകൾ വരാറുണ്ട്. കാരണം ഹോസ്പിറ്റൽ കേസ് ആയിക്കോട്ടെ മറ്റെന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് എല്ലാവർക്കും വരും, മനുഷ്യന്മാരാണ്. ചിലപ്പോൾ എന്തെങ്കിലും വരാറുണ്ട്, മുൻകൂട്ടി വിളിച്ച് പറഞ്ഞാൽ നമുക്ക് അത് ചെയ്ത് കൊടുക്കാറുണ്ട്. അടുത്ത മാസത്തോട്ട് അത് തിരിച്ചടക്കാം. ആ ഒരു ഇളവ് നൽകും അല്ലേ സാർ നമ്മൾ? ഒരിക്കലും അതിന് ഫൈനോ അങ്ങനത്തെ ഇൻട്രസ്റ്റോ കാര്യങ്ങളൊന്നും വരില്ല. കാരണം ഈ പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ സാറ് പറഞ്ഞാൽ മനുഷ്യന്മാരാണ് EMI മുടങ്ങാം. ബാങ്കുകളിൽ പോലും നമുക്ക് ചിലപ്പോൾ ഒക്കെ കൊറോണയൊക്കെ വന്നപ്പോൾ എത്രയോ നമ്മൾ EMI മുടങ്ങി നിന്നു. പക്ഷെ അതൊന്നും തന്നെ വീട് പണീനെ ബാധിക്കില്ല അല്ലേ സാർ? കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കും ഹോംസ് ഫോർ. ഓ അടിപൊളി. പിന്നെ ഇപ്പോഴത്തെ സാർ ഒരു ട്രെൻഡാണ് ഈ സിംഗിൾ ഫ്ലോറിഡ് വീടുകൾ, ഡബിൾ ഹൈറ്റിലുള്ള ഡബിൾ സ്റ്റോറേഡ് വീടുകൾ. ഈ സിംഗിൾ ഹൈറ്റും ഡബിൾ ഹൈറ്റും ചെയ്ത് തീർക്കാനായിട്ട് സാർ എങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യത്യാസം വരുന്നത്? മിനിമം നമുക്ക് സിംഗിൾ ഫ്ലോർ ആണെങ്കിൽ ഒരു 8 മന്താണ് നമ്മൾ നോർമലി പറയാറ്. 6 മന്ത് മതിയെങ്കിൽ പോലും നമുക്കൊരു 8 മന്ത് ടു 10 മന്താണ് നമ്മൾ എഗ്രിമെൻറ്റിൽ കാര്യങ്ങൾ പറയാറ്. അത് ഡബിൾ ഫ്ലോറിലോട്ടാണെങ്കിൽ അത് വീണ്ടും ടൈം പീരീഡ് കൂടും, ഒരു 3 മന്തിൽ അധികം വരും. കാരണം ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ സ്ട്രക്ചർ കഴിഞ്ഞ ശേഷം മാത്രമേ നമുക്ക് സെക്കൻഡ് ഫ്ലോറിൻ്റെ സ്ട്രക്ചർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എങ്ങനെ ഒരു 2-3 മാസത്തെ ടൈം പീരീഡ് അഡീഷണൽ വരും. അഡീഷണൽ ഡബിൾ ആണെങ്കിൽ 2-3 മാസം. അതെ, ഓരോ ഫ്ലോർ വരുമ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരും. നമ്മുടെ ഒരു കേരളത്തിന്റെ കാലാവസ്ഥയ്ക്ക് ഭൂപ്രകൃതിക്ക് പറ്റുന്ന ഒരു ഡിസൈനായിട്ട് സാറിന് തോന്നിയിട്ടുള്ളത് ഏതാണ് ഒരു പാറ്റേൺ? കാരണം ഇപ്പം നമുക്ക് കണ്ടംപററി ഉണ്ട്, ട്രഡീഷണൽ ഓടിട്ട വീടുകളുണ്ട്, സാർ പറഞ്ഞാൽ മോഡേണൈസ്ഡ് ആയിട്ടുള്ള വീടുകളുണ്ട്. ഏറ്റവും നമുക്ക് അനുയോജ്യം എന്ന് സാറിന് തോന്നിയ ഒരു പാറ്റേൺ ഏതാണ്? ട്രഡീഷണൽ തന്നെ ആയിരിക്കും ഒന്നും കൂടി ബെറ്റർ. ട്രഡീഷണൽ മോഡേൺ ആയിക്കോട്ടെ, മാക്സിമം സൺഷെയ്ഡ് കാര്യങ്ങൾ കൊടുക്കുക. കാരണം അത്യാവശ്യം മഴ വരുന്നുണ്ട്. നമുക്കിപ്പോൾ ഈ ഒരു സീസൺ തന്നെ പറയുകയാണെങ്കിൽ ഏകദേശം ഒരു ഫുൾ ടൈം മഴ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത്രയും വെള്ളം കാര്യങ്ങൾ വരുമ്പോൾ നമുക്കൊരു സൺഷെയ്ഡ് ആയിക്കോട്ടെ, മാക്സിമം വെള്ളം ഭിത്തിയിലോട്ട് തട്ടാതെ രീതിയിൽ ചെയ്യാമെന്നുള്ളതാണ്. അല്ലെങ്കിൽ വാട്ടർ പ്രൂഫ് കാര്യങ്ങൾ മെറ്റീരിയലൊക്കെ അഡീഷൻ ചെയ്യേണ്ടി വരും, ഭിത്തിയിലടക്കം ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ സൺഷെയ്ഡ് കാര്യങ്ങളെ ഫുള്ളായിട്ട് സൺഷെയ്ഡ് കാര്യങ്ങൾ കൊടുക്കുക. മോഡേൺ അതിനെക്കാട്ടി ബെറ്റർ ട്രഡീഷണൽ കൂടി ഏറ്റവും നല്ല കൺസെപ്റ്റാണ്. ഈ ട്രഡീഷണൽ എന്നാൽ അതിൽ നമുക്ക് പറ്റുന്ന രീതിയിൽ ഒന്ന് മോഡേണൈസ്ഡ് ആക്കി ചെയ്യുന്നതാണ് കേരളത്തിന് ഏറ്റവും. അതുപോലെ തന്നെ സാർ ഇപ്പോൾ ഈ വാട്ടർ പ്രൂഫിങ് ഇപ്പം മസ്റ്റ് ആയിട്ട് എല്ലാവരെയും കൊണ്ട് ചെയ്യിക്കുന്നുണ്ട്. അതെന്താണ് സാർ ഈ വാട്ടർ പ്രൂഫിങ് ഇപ്പം മസ്റ്റ് ആണോ വീടുകൾക്ക്? ഒരിക്കലും ഒരു സിമെന്റ് കമ്പനിയും പറയുന്നില്ല അവർ സിമെന്റ് ഉപയോഗിച്ചാൽ അത് വാട്ടർ പ്രൂഫ് ലീക്ക് കാര്യങ്ങൾ വരില്ല എന്ന്. എല്ലാ സിമെന്റ് കമ്പനിയും പറയുന്ന സ്ട്രെങ്ത്തിന് മാത്രമാണ് അവർ പറയുന്നത്. ഒരിക്കലും വാട്ടർ പ്രൂഫ് കാര്യങ്ങൾ ഞങ്ങൾ സിമെന്റ് ഉപയോഗിച്ചാൽ ലീക്ക് വരില്ല എന്ന് ഒരു കമ്പനിയും പറയുന്നില്ല. ഏറ്റവും വരാം, ചില കേസുകളിൽ കൂടുതലും വരുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ബെറ്റർ നമ്മൾ വീടിന് ശേഷം സ്ലാബിന് ശേഷം വാട്ടർ പ്രൂഫ് കാര്യങ്ങൾ ചെയ്യുന്നതാണ് ബെറ്റർ. വാട്ടർ പ്രൂഫിങ് മസ്റ്റായിട്ട് ഇപ്പോൾ ചെയ്യണം എന്നാണ് പറയുന്നത്. സോ ഈ ബാക്കിയുള്ള തുരുമ്പൊക്കെ കയറാതിരിക്കും അല്ലേ സാർ? കമ്പികളിലേക്കൊക്കെ വന്ന് നമ്മുടെ സ്ട്രക്ചറിൻ്റെ സ്ട്രെങ്ത്തും ഡ്യൂറബിലിറ്റീനെയും ബാധിക്കാത്ത രീതിയിൽ ഏറ്റവും ബെസ്റ്റ് ഗോ ഫോർ ദ വാട്ടർ പ്രൂഫിങ്. അതുപോലെ സാർ ഒരുപാട് ഇപ്പം ബ്രിക്സ്, ഇഷ്ടികകൾ പല തരത്തിൽ നമുക്കിപ്പോൾ കേരളത്തിൽ കാണാൻ പറ്റും. നമ്മളതിനെ കൺഫ്യൂസ്ഡ് ആയി പോകും. കാരണം പണ്ടൊക്കെ നമ്മുടെ മറ്റേ ചെങ്കല്ല് പോലത്തെ കട്ടകളുണ്ട്, ഇപ്പം ഒരു 100,000 വെറൈറ്റീസാണ്. സാർ ഏറ്റവും കൂടുതൽ കൺസ്ട്രക്ഷന് യൂസ് ചെയ്യുന്ന ഒരു ബ്രിക്ക് മെറ്റീരിയൽ എന്താണ്? നമുക്ക് പറഞ്ഞല്ലോ, നമ്മൾ ഏരിയ പറഞ്ഞല്ലോ, കണ്ണൂർ മുതൽ എറണാകുളം വരെ ആയതുകൊണ്ട് അവിടെ ഏറ്റവും കൂടുതൽ ലാറ്ററൈറ്റ് സ്റ്റോൺ ആണ് കിട്ടുന്നത്. അവിടെ ആ ഏരിയയിൽ അത് ഏറ്റവും ബെറ്റർ. അതെല്ലാം നമ്മൾ എറണാകുളത്തോട്ട് വരുമ്പോൾ എറണാകുളം, തൃശ്ശൂർ, പാലക്കാട് ഏരിയകളിലോട്ട് വരുമ്പോൾ സിമെൻറ്റ് ബ്രിക്കാണ് കൂടുതൽ നമ്മൾ ചൂസ് ചെയ്യുന്നത്. സിമെൻറ്റ് ബ്രിക്ക് ഏറ്റവും ബെറ്റർ അത് തന്നെയാണ്. അല്ലെങ്കിൽ ചില കസ്റ്റമേഴ്സ് മഡ് ബ്രിക്ക് ആയിക്കോട്ടെ, അതുപോലെ തന്നെ മഡ് ബ്രിക്ക് വരുമ്പോഴത്തേക്ക് സാറേ ചൂട് കുറയും എന്നൊക്കെ പറയുന്നത് സത്യം തന്നെയാണോ? അതിൻ്റേതായിട്ടുള്ള ചെറിയ കാര്യങ്ങൾ വ്യത്യാസം വരുന്നുണ്ട്. ഇഷ്ടിക ആയിക്കോട്ടെ ബെറ്ററാണ്, ഇഷ്ടിക നല്ല രീതിയാണ്, പക്ഷേ കോസ്റ്റ് കൂടുതലാണ്. സിമെൻറ്റ് ബ്രിക്കിനെക്കാട്ടിയും കോസ്റ്റ് കൂടുതലാണ് ഇഷ്ടിക കാര്യങ്ങൾ ചെയ്തു വരുമ്പോൾ. അപ്പോൾ സാർ ഇത്രയും പറയുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ വീട് വെക്കാനായിട്ട് ഒരു ആഗ്രഹം തോന്നുന്നുണ്ട് അല്ലേ, നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച്. സാറ് ഇത്രയും പാരലലി എത്ര പ്രോജക്റ്റ് വരെ സാറ് ഇൻ എ മന്ത് സാർ കൈകാര്യം ചെയ്യാറുണ്ട്? കാരണം ഇത്രയും 1000+ ക്ലയൻസ് ആണ് നിൽക്കുന്നത് ഹോംസ് ഫോറിന്. അപ്പോൾ പാരലലി ഒരു മാസത്തിൽ എത്ര മാനേജ് ചെയ്യും?
ഒരു മാസം നമുക്ക് എങ്ങനെ പോലെ 50 30 മുതൽ 50 വരെയുള്ള വർക്കുകൾ നമുക്ക് കയറാറുണ്ട്. ഓ കഴിഞ്ഞ മാസം ഏകദേശം 51 വർക്കുകൾ നമുക്ക് എഗ്രിമെൻറ്റ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എങ്ങനെ പോലെ ഒരു റണ്ണിങ് പ്രൊജക്റ്റ് നമുക്ക് 300 സംതിങ് ആ റേഞ്ചിൽ നമുക്ക് റണ്ണിങ് പ്രൊജക്റ്റുകൾ ഇന്ന് എറണാകുളം മുതൽ കണ്ണൂർ വരെയുള്ള ഈ ഒരു ജില്ലകളിൽ നമുക്ക് അത്രയും 300 റണ്ണിങ് പ്രൊജക്റ്റ് ഓ വരുന്നുണ്ട്. മാ അതുകൊണ്ടാകുമ്പോൾ തന്നെ നമുക്ക് നമ്മുടേതായിട്ട് ഒരു ERP സോഫ്റ്റ്വെയർ സെറ്റ് ചെയ്തിട്ടാണ്. ഒരിക്കലും മറ്റു ERP നമുക്ക് ഇതിന് സ്യൂട്ട് ആവില്ല. കാരണം അത്ര റണ്ണിങ് സൈറ്റ് ഉണ്ടാവും. ഓരോ സൈറ്റ് നമുക്ക് ഇന്ന് ഏതൊക്കെ സ്റ്റേജുകളാണ് ഇന്ന് അവിടെ ലേബേഴ്സ് ഉണ്ട് അതൊക്കെ കറക്റ്റ് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളായിട്ടുള്ള ERP സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. അപ്പം ഈ പറഞ്ഞതുപോലെ പകുതി പൈസ ഉണ്ടെങ്കിൽ നമുക്കൊരു വീട് സ്വന്തമാക്കാം എന്ന ഹോംസ് ഫോറിൻ്റെ മോട്ടോയാണ് നമ്മൾ വീണ്ടും വീണ്ടും കാണിക്കുന്നത്. ഇത്രയൊക്കെ പറയുമ്പോൾ സാർ ഭയങ്കരമായിട്ടുള്ള ബിസി സ്കെഡ്യൂളാണ് സാറ് നിൽക്കുന്നതെന്നറിയാം. ഇന്ന് ഇൻ്റർവ്യൂവിന് തന്നെ സാറിനെ കിട്ടാനായിട്ട് ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട കാര്യം പറഞ്ഞില്ലേ. ഈ 300+ റണ്ണിങ് സൈറ്റ്സ് പോകുന്നു. കേരളത്തിൽ തന്നെ ഇത്രയും 9 ജില്ലകളിലായിട്ട് പല പല ലൊക്കേഷൻസിൽ സൈറ്റ് വിസിറ്റ്സിന് സാറിന് പോകണം. ഇതിൻ്റെ ഇടയിൽ നിന്നാണ് മുന്നേറ്റത്തിലേക്ക് സാറിനെ ഞാൻ പുള്ളി ചെയ്തുകൊണ്ടിരുന്നത്. എത്ര മണിക്കൂറൊക്കെ കിട്ടാറുണ്ട് സാർ ഉറങ്ങാനായിട്ട് പെർ ഡേ? അല്ലേ ഉറങ്ങാൻ നോർമലി വരുന്ന 8 hours 8 hours തന്നെ കിട്ടും. കാണാറുണ്ട്. കാരണം അതാണ് പ്രാധാന്യം. ഒരു ലൈഫിൽ നമുക്ക് ഉറക്കത്തിന് മാക്സിമം ടൈം കാണാറുണ്ട്. എന്നാൽ ഒരു ഓൺട്രപ്രണറായിട്ട് ഒരു വലിയൊരു റെവല്യൂഷണറി ഐഡിയ കേരളത്തിന് മുന്നിലേക്ക് വെച്ചു. കാരണം വീടെന്ന് പറയുന്നത് കേരളക്കാരെ സംബന്ധിച്ച് മലയാളികളെ സംബന്ധിച്ച് ഭയങ്കര ഇമോഷണലി നമുക്ക് ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു വികാരമാണ് വീട് ഓരോരുത്തർക്കും. അപ്പോൾ അങ്ങനെ ഒരു വലിയ ഐഡിയ വെച്ചു സാർ. ഒരു വലിയ വിജയമായിട്ട് മാറി. ഈ പുതിയ ജനറേഷൻ കുട്ടികളോട് ഇങ്ങനെ ഒരു ഐഡിയ ആയിട്ട് മുന്നോട്ട് വരുമ്പോൾ അല്ലെങ്കിൽ വേറെ ഏത് മേഖലയിലായിക്കോട്ടെ ജീവിത വിജയത്തിന് വേണ്ടി സാറിനൊരു ടിപ്പ് പറയാൻ പറഞ്ഞാൽ എന്തായിരിക്കും അവരോട് പറയുക? ഫോണ് കൂടുതൽ ഏജൻസി ഉള്ളവർ ഗെയിം കാര്യങ്ങളോട്ടാണ് കണ്ടിട്ടുണ്ട്. കാരണം അതിന് നമ്മൾ ടൈം കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് വേറെയാണ്. ഒരു 20-25 ഇയേഴ്സ് മാക്സിമം നമുക്ക് കിട്ടുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഭാവി കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതിന് പ്രയോറിറ്റി കൊടുക്കുക എന്നുള്ളതാണ്. മൊബൈലിനേക്കാൾ ഈ പറഞ്ഞാൽ കൂടുതലായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക അല്ലേ സാർ? അതുപോലെ തന്നെ സാർ ഫാമിലിയൊക്കെ അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് ഞങ്ങൾ. കാരണം അധികം സാറിനോട് ഞാൻ നിൽക്കുന്ന സമയത്തൊക്കെ ഞങ്ങളുടെ മെയിൻ ക്ലൈൻ്റ് ആയിട്ടായിരിക്കും സാറ് നിൽക്കുന്നത്. അധികം നമുക്ക് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ കിട്ടാറില്ല. ഫാമിലി എത്ര സപ്പോർട്ടീവാണ് സാർ? ഫാമിലി മാക്സിമം സപ്പോർട്ടീവാണ്. വൈഫ് അല്ല സിംഗിളാണ്. സിംഗിളാ? അപ്പോൾ സാർ ഇനി വൈഫായിട്ട് വരുന്നത് ഒരു ആർക്കിടെക്റ്റ് തന്നെ വേണം എന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല. എന്തെങ്കിലും ആഗ്രഹങ്ങൾ അങ്ങനെയുണ്ടോ സാർ? ഇതിന്റെ ഒരു അഭിരുചിയുള്ള ആരെങ്കിലും ആയിരിക്കണം? ഇല്ല അങ്ങനെ ബിസിനസ്സിനെ ബാധിക്കാത്ത രീതിയിലുള്ള സാർ അപ്പം വേറെ ഒന്നിലും ഇല്ല. ഫോക്കസ് ടോട്ടലി ഓൺ ഹോംസ് ഫോറിലായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വേറെ ഒന്നിലും വീട്ടിൽ നിന്ന് എന്തെങ്കിലും പ്രഷർ വന്ന് തുടങ്ങിയോ സാർ? അതിൻ്റെതായിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ഇപ്പോൾ ബിസിനസ് ആയതുകൊണ്ട്, കാരണം ഇതിന് സ്റ്റാർട്ടിങ് ആയ സ്റ്റേജ് കാര്യങ്ങളായതുകൊണ്ടും അതിന് പ്രയോറിറ്റി കൊടുക്കണം. ബിസിനസ് കഴിഞ്ഞിട്ട് ബാക്കിയെല്ലാം നമുക്കുള്ളൂ. അപ്പോൾ സാറും ഈ പറഞ്ഞ പോലെ ഇനി ഒരു ഫാമിലി ആകുമ്പോഴത്തേക്കും സാറും വൈഫും ഒക്കെ കൂടി ഫാമിലി ആയിട്ട് മാറുന്ന ഒരു വീട് അതെങ്ങനെയാണെന്ന് സാർ വല്ല മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? എൻ്റെ ഒരു വീട് ഇങ്ങനെ ആയിരിക്കണം. കാരണം ഇത്രയും മലയാളികൾക്ക്, ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് അവർ ആഗ്രഹിക്കുന്ന പോലുള്ളൊരു വീട് സാറ് വെച്ച് നൽകിക്കൊണ്ടിരിക്കുകയാണ്. സാറിൻ്റെ ഒരു വീട് എങ്ങനെയായിരിക്കണം എന്നാണ് ഒരു ആഗ്രഹമുള്ളത്? ഓൾറെഡി ഒരു വീടുണ്ട്. അത് നമുക്ക് അതിൽ കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. കാരണം ഓൾറെഡി ഒരു വീടുണ്ട് നാട്ടിൽ. പിന്നെ ഇപ്പോൾ എറണാകുളത്ത് ഒരു വീട് ചെയ്യുന്നുണ്ട്. മോഡേൺ വീടാണോ സാറേ? ഒരു അല്പം മോഡേൺ അല്ല, മാക്സിമം കണ്ടംപററി ആയിട്ടാണ് ചെയ്യുന്നത്. സ്പേസ് കാരണം സാറ് നേരത്തെ പറഞ്ഞാൽ ഇപ്പം കൊച്ചിയിലൊക്കെ വരുമ്പോൾ 2 സെൻറ്റ് 3 സെൻറ്റിലൊക്കെയാണ് നമ്മൾ വീട് പലപ്പോഴും പണിയാറുള്ളത്. അപ്പം നമ്മുടെ ബഡ്ജറ്റിൽ നിൽക്കുന്ന വീട് കഴിവതും ചെയ്യുക. വീടെന്നൊരു വലിയ ലയബിലിറ്റി അല്ല, അതൊരു അസറ്റാക്കി മാറ്റാനാണ് സാറ് തുടക്കം തൊട്ട് തന്നെ ഈ ഇൻ്റർവ്യൂവിൽ പറയുന്നത്. സാർ ഒറ്റ ക്വസ്റ്റ്യൻ കൂടി ഞങ്ങൾക്കുണ്ട്. ഇത്രയൊക്കെ പറയുമ്പോഴും സാർ എനിക്കൊരു വീട് വേണം, നിങ്ങളിലേക്ക് എത്താൻ, ഹോംസ് ഫോറിലേക്ക് എത്താൻ ഞാൻ ആദ്യം ചെയ്യേണ്ടത് എന്താണ് സാർ? ഫസ്റ്റ് നമ്മളെ കസ്റ്റമർ കെയറിലോട്ട് വിളിക്കുക. അതിനുശേഷം നമ്മൾ അവരെ ഓരോരുത്തർക്കും അതിനായിട്ടുള്ള എക്സിക്യൂട്ടീവ് കാര്യം ഉണ്ടാവും. ഇവർക്ക് പ്ലാൻ ഉണ്ടെങ്കിൽ ആ പ്ലാൻ അനുസരിച്ച് നമ്മൾ ബഡ്ജറ്റ് കാര്യങ്ങൾ കോട്ട് ചെയ്ത് കൊടുക്കും. അതല്ലെങ്കിൽ നമ്മൾ പ്ലാൻ മുതൽ ആ ഒരു പ്ലോട്ടിനനുസരിച്ചുള്ള ആർക്കിടെക്റ്റ് കാര്യങ്ങൾ അതിനനുസരിച്ച് പ്ലാൻ വരച്ച് അതിന് പെർമിഷൻ കാര്യങ്ങൾ എടുത്ത് അതിന് എലിവേഷൻ കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ട് അതിന് ബഡ്ജറ്റ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അതിന് ശേഷം എഗ്രിമെൻറ്റ് കാര്യങ്ങൾ ചെയ്ത് വർക്ക് തുടങ്ങുന്നതാണ്. ഓക്കെ. എന്നാൽ ഒരു വീട് കംപ്ലീഷനിലേക്ക് നീങ്ങാനായിട്ട് എത്ര മാസം വരെ സാർ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണം? കാരണം പലപ്പോഴും ധൃതി കാണിക്കുന്ന കണ്ടിട്ടുണ്ട് സാർ. നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു നമുക്കൊരു 3 മാസത്തെ വീട് വേണം, 4 മാസത്തിൽ നമുക്ക് തീർത്തു തരുമോ? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ വരാറുണ്ടോ സാർ? തീർച്ചയായും കൂടുതൽ ക്വസ്റ്റ്യൻ അങ്ങനെയാണ് വരാറ്. നമ്മൾ അങ്ങനത്തെ മാക്സിമം ഒഴിവാക്കാറാണ്. കാരണം നമുക്ക് മിനിമം എങ്ങനെ പോലെ 8 മാസം എന്തായാലും വേണം. കാരണം ഇപ്പോഴത്തെ കാലാവസ്ഥക്ക് അനുസരിച്ചിട്ട് മഴയാണ് കൂടുതൽ വരുന്നത്. ഫൗണ്ടേഷൻ ആ ടൈമിൽ നമുക്ക് മഴ ഉണ്ടെങ്കിൽ ഒന്നും ചെയ്യാനില്ല. അതുപോലെ കോറി കാര്യങ്ങൾ ഇഷ്യൂസ് കാര്യങ്ങൾ വരാറുണ്ട്. അതുകൊണ്ട് നമുക്ക് മിനിമം എങ്ങനെയാലും ഒരു 1 ഇയറിൻ്റെ അടുത്ത് തന്നെ വരും. കാരണം
പിന്നെ അതല്ലെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്ന് ചെയ്യുമ്പോൾ ഭാവിയിൽ അതിന് ക്രാക്ക് കാര്യങ്ങൾ ഇതിനൊക്കെ ഓരോ ക്യൂറിങ് ടൈം ഉണ്ട്. അത് ഞാൻ കറക്റ്റ് ചെയ്തിട്ട് തന്നെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതല്ലാത്ത കാര്യങ്ങൾ നമുക്ക് കറക്റ്റ് ടൈം പീരീഡിൽ ഈ വാറൻറ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് നമുക്ക് 1 ഇയർ അടുത്ത് 1 ഇയറിൻ്റെ അടുത്ത് തന്നെ എല്ലാ വീടുകൾക്കും വേണ്ടി വരും. അതാണ് അപ്പോൾ അത് ഒരുപാട് ആദ്യത്തിന് പറയാറുണ്ട്. ധൃതി കൂട്ടാതിരിക്കുക. കാരണം തീർച്ചയായും. നമുക്കും അങ്ങനെയാണ്. ഇത് എപ്പോൾ കഴിയും, നമുക്ക് എപ്പോൾ കൈ കിട്ടും, നമുക്ക് എപ്പോൾ തൊട്ട് താമസിച്ച് തുടങ്ങാം. കാരണം ഇതൊരു ലൈഫ് ടൈം ഇതാണ്. പിന്നെ ഇൻവെസ്റ്റ്മെന്റ്. ഇൻവെസ്റ്റ്മെൻറ്റാണ്. പിന്നെ അതിലോട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യില്ല. അപ്പോൾ അതിന് ടൈം കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. സാർ ഒരു ഭംഗിയുള്ളൊരു വീട് പണിത് നൽകി. അപ്പം ആ വീട് എത്ര കാലയളവിൽ സാർ, കാരണം മെയിൻ്റനൻസ് എന്ന് പറയുന്നത് വീടിനെ സംബന്ധിച്ച് സാർ എന്ന് പറയുന്നുണ്ട് 10 ഇയേഴ്സ് വാറൻറ്റി ഓൾറെഡി ഹോംസ് ഫോർ കൊടുക്കുന്നുണ്ട്. മനോഹരമായിട്ട് പണിത ഒരു വീടിൻ്റെ ഒരു പ്രായം, ഒരു ആയുസ് എത്രയെന്നാണ് സാർ കൺസെപ്റ്റ് ചെയ്യുന്നത്? നോർമലി 40 വർഷം 50 വർഷം അത് ഓരോ ഇതിനനുസരിച്ചിട്ടാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ്. വീട് ഉണ്ടാക്കിയതിന് ശേഷം മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഓരോ ഇത് വരും. അത് നമ്മൾ കറക്റ്റ് ടൈം പീരീഡിൽ ഒരു മിനിമം ഒരു 1 ഇയറിനുള്ളിൽ അതിന് കാര്യങ്ങൾ പെയിൻറ്റ് കാര്യങ്ങൾ ചെയ്യുക. എന്തെങ്കിലും ചെറിയ ക്രാക്ക് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്യുക. അങ്ങനത്തെ കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഈ മെയിൻ്റനൻസിന്റെ കാര്യത്തിൽ സാർ മലയാളികൾ മുന്നോട്ടാണോ പിന്നോട്ടാണോ? പിന്നോട്ട് തന്നെ പല വീടുകളൊക്കെ നമ്മൾ കണ്ടറിയാം. പുറത്തുള്ള ചിലപ്പോൾ റിച്ച് കാര്യങ്ങൾ ഒരു ഇത് വന്നാൽ അതൊന്നും പെയിൻറ്റ് പോലും ചെയ്യാറില്ല. അതിന് ചില ക്രാക്ക് കാര്യങ്ങൾ വന്നാൽ ആ ടൈമിൽ തന്നെ അത് ചെയ്തു പോകാന്നുള്ള, അല്ലെങ്കിൽ സ്ലാബിൻ്റെ ക്രാക്ക് വന്നാൽ അതിൻ്റെ സ്റ്റീലിൽ കാര്യങ്ങൾ തുരുമ്പ് കാര്യം അങ്ങനെയൊക്കെ വരും. അപ്പോൾ അത് കറക്റ്റ് ടൈമിൽ നോക്കി അതിനനുസരിച്ച് ടൈമിൽ ചെയ്യാന്നുള്ളത്. സാർ ഈ ഒരുപാട് വീടുകൾ ഇതുമായിട്ട് സാർ ഇത് മേഖലയിൽ നിൽക്കുന്നത് കൊണ്ട് ഒരുപാട് വീടുകൾ അല്ലാതെയും ചെന്ന് റെഫറൻസ് എടുക്കാറുണ്ട്. അങ്ങനെ കണ്ടതിൽ ഭയങ്കരമായി മനോഹരമെന്ന് തോന്നിയ ഒരു വീട് ഏതായിരുന്നു സാറിന്? സാർ ചെയ്തതല്ല, അല്ലാതെ കണ്ടതിൽ ഭയങ്കര അസാധ്യമായിട്ട് ചെയ്ത ഏതെങ്കിലും ഒരു സെലിബ്രിറ്റിയുടെ വീടോ ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ചെയ്ത് അങ്ങനെ ഏതെങ്കിലും ഒരു വീട് സാറിൻ്റെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടോ? തീർച്ചയായും നമ്മൾ റോഡ് സൈഡിലൂടെ വരുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട്. നമ്മളെല്ലാ വീടുകളും ശ്രദ്ധിക്കാറുണ്ട്. ചില ശ്രദ്ധിക്കാറുണ്ട്. ആർക്കിടെക്ട് കാര്യങ്ങൾ ചെയ്ത വർക്ക് നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. ലാൻഡ്സ്കേപ്പ് കാര്യങ്ങൾ ചെയ്ത് ചില വീടുകൾ കാണാം. ഓവർ ഇതൊന്നും ഉണ്ടാവില്ല, എക്സ്ട്രാ വർക്ക് കാര്യം ഒന്നും ഒന്നും ഉണ്ടാവില്ല. ഉണ്ടാവില്ല. എന്നാൽ ഒരു പ്രത്യേക ഒരു ഇത് കാണാം. നമ്മൾ കണ്ണൂർ ആ ഏരിയയിലോട്ടൊക്കെ പോകുമ്പോൾ പല വീടുകൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. സാറിന് നിറയെ മുറ്റമുള്ളൊരു വീടാണോ, അതൊരു ഒരു വളരെ കുഞ്ഞു സ്പേസിലുള്ള ഒരു വീടാണോ സാറ് പൊതുവെ ആഗ്രഹിക്കുന്നത്? ആഗ്രഹിക്കുന്ന അത്യാവശ്യം സ്പേസ് സ്പേസ് ഉള്ള വീടാണ്. വേണം നമുക്ക്. പുറത്തായാലും മുറ്റം കാര്യങ്ങളൊക്കെ വേണം. നാട്ടുമ്പുറമായിട്ട് ആ ഒരു കൺസെപ്റ്റ് തന്നെയാണ് വരുന്നത്. സാർ ഇത്രയും മനോഹരമായിട്ടുള്ള വീട് പണിത് നൽകി. ആ വീട് മനോഹരമാക്കാനായിട്ട്, കൂടുതൽ മനോഹരമാക്കാനായിട്ട് വീട്ടിൻ്റെ അകത്ത് താമസിക്കുന്ന കുടുംബാംഗങ്ങൾ എന്താണ് സാർ ചെയ്തിരിക്കേണ്ടത്? അതായത് എപ്പോഴും ഹാപ്പി ആയിട്ട് നമുക്കൊരു വീട് കാണുമ്പോൾ ഒരു പോസിറ്റിവിറ്റി ഇല്ലേ സാർ? സാറ് ഭംഗിയായിട്ട് ചെയ്തു കൊടുത്തു, അത് വീണ്ടും പോസിറ്റീവ് ആക്കാൻ എന്ത് ചെയ്യണം? ആ വീട്ടിൽ താമസിക്കുന്നവരൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അവർ എന്താണോ അതിനനുസരിച്ച് ചെയ്യാന്നുള്ളതാണ്. പ്ലാൻ ഉൾപ്പെടെ ചെയ്യുമ്പോൾ തന്നെ ഓരോരുത്തർക്ക് ഓരോ ഇതുണ്ടാവും. ചിലർക്ക് വായന കാര്യങ്ങളായിരിക്കും. അപ്പോൾ അതിനൊക്കെ സ്പേസ് കണ്ടെത്തിയിട്ട് അതിന് ചെയ്യുക. കോട്ടിയാട് കാര്യങ്ങൾ സെറ്റ് ചെയ്യണമെങ്കിൽ അത് അങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ളത് തന്നെ. അപ്പം ഈ പറഞ്ഞ പോലെ നിറയെ മുറ്റമുള്ള നല്ല എലിവേഷനൊക്കെയുള്ള നല്ല എന്താ പറയുക എയർ സർക്കുലേഷനുള്ള ഒരു ഭംഗിയുള്ളൊരു വീടാണ് എപ്പോഴും സാറിൻ്റെ മനസ്സിലെന്ന് പറഞ്ഞു. അപ്പം ഹോംസ് ഫോറിൻ്റെ പകുതി പണം കൊണ്ട് വീട് നിർമ്മിക്കാം, പകുതി പണം കൊണ്ട് നമുക്കൊരു വീട് സ്വന്തമാക്കാം, പലിശരഹിതമായിട്ടുള്ള തവണകളായിട്ട് ബാക്കിയുള്ള പണം അടച്ചാൽ മതി എന്ന വലിയ കൺസെപ്റ്റുമായിട്ട് ഇന്ന് കേരളത്തിൽ വിജയിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഹോംസ് ഫോറിൻ്റെ ഞങ്ങളുടെ ഫൗണ്ടർ ആൻഡ് ഞങ്ങളുടെ മാനേജിംഗ് ഡയറക്ടർ ഫസലുർ റഹ്മാൻ സാറാണ് മുന്നേറ്റത്തിൽ ഇത്രയും നേരം ഞങ്ങളോടൊപ്പം ഇരുന്നത്. സാർ ഇനി വീട് പുതുതായിട്ട് പണിയാൻ പോകുന്നവരോട് എന്തെങ്കിലും ഒരു അഡ്വൈസ് സാറിന് നൽകാനുണ്ടോ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ടിട്ട്? പുതുതായിട്ട് ഫസ്റ്റ് തന്നെ വീടിന് വേണ്ടിയിട്ട് ഒരു ഭാഗം ഇൻവെസ്റ്റ് ഇൻകത്തിൽ നിന്ന് നല്ലൊരു ഭാഗം മാറ്റി വെച്ചിട്ട് അതിനനുസരിച്ചിട്ടുള്ള പ്ലാൻ ചെയ്ത് ഇപ്പം തന്നെ നമ്മളിപ്പോൾ ഒരു 5 വർഷം വർഷം കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും ഇപ്പം തന്നെ പ്ലാൻ കാര്യങ്ങൾ വരച്ച് അത് നമ്മളിപ്പോൾ തന്നെ ഒരു കാണാം, മുൻകൂട്ടി കണ്ടിട്ട് പ്ലാൻ കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ട് അതിനൊരു ബഡ്ജറ്റ് കാര്യങ്ങൾ നോക്കാം. സാർ ഒരു വീട് വെക്കുക എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കൊക്കെ ഒരു ഭയങ്കര തലവേദന പിടിച്ചൊരു പരിപാടിയായിട്ടാണ് കാണുന്നത്. അപ്പം സാർ ഈ കോൺട്രാക്ടേഴ്സിൻ്റെ ഭാഗത്ത് നിന്നുള്ള എന്തെങ്കിലും രീതിയിലുള്ള ചാലഞ്ചസ് നമുക്കതൊക്കെ എങ്ങനെയാണ് സാർ അവോയ്ഡ് ചെയ്ത് ഇത്രയും കൂളായിട്ട് സാർ കൈകാര്യം ചെയ്യുന്നത്? ഒരു വീട് വെക്കുമ്പോൾ പലരും കോൺട്രാക്ടേഴ്സ് കാര്യങ്ങൾ കൊടുക്കാറ് പല സ്റ്റേജ് വൈസായിട്ടായിരിക്കും കൊടുക്കുന്നത്. ഫൗണ്ടേഷന്, ബ്രിക്ക് വർക്ക്, മേസണറി വർക്ക്, സെൻറ്ററിങ് അങ്ങനെ കൊടുക്കുന്നതിനെക്കാട്ടിയും ഏറ്റവും നല്ലത് ഒരൊറ്റ ടീമിന് കൊടുക്കുക. അതിനനുസരിച്ച് നല്ലൊരു ടീമിനെ ഏൽപ്പിക്കുക എന്നുള്ളതാണ്. നല്ലൊരു ബിൽഡറെ ഏൽപ്പിച്ച് അവർക്ക് ആ ഒരു തലവേദന മാറാം. കാരണം അവർക്ക് അവരുടെ വർക്ക് കാര്യങ്ങളോട്ട് മുന്നോട്ട് പോകാം. ഇതിന് കൂടുതൽ ടൈം കാര്യങ്ങൾ കൊടുക്കേണ്ടി വരില്ല. ഇപ്പോൾ ഞാൻ എൻ്റെ വീടിൻ്റെ പ്ലാൻ സാറിന് തരുകയാണെങ്കിൽ A to Z ഹോംസ് ഫോർ തന്നെ ആയിരിക്കും സാർ? ഒന്നും അറിയേണ്ട ആവശ്യമില്ല. സ്റ്റാർട്ടിങ് മുതൽ പെർമിഷൻ മുതൽ ആ ഒരു സൈറ്റിലും പ്ലാൻ വരച്ച് അതിന് പെർമിഷൻ മുതൽ നമുക്ക് ഓരോ സ്റ്റേജ് വൈസ് അതിന് ഡ്രോയിങ് വരച്ച് ആ ഡ്രോയിങ് കസ്റ്റമർ ഓക്കെ ആണെങ്കിൽ അതിനനുസരിച്ചാണ് ചെയ്യുന്നത്. ഓരോ സ്റ്റേജിൻ്റെ ഡ്രോയിങ് ചെയ്ത് ക്ലയൻറ്റിന് അപ്രൂവ് എടുത്ത് അതിനനുസരിച്ച് വർക്ക് മുന്നോട്ട് പോകുന്നത്.
അതുകൊണ്ട് തന്നെ ഒരൊറ്റ നമുക്ക് തലവേദന കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അവർ മാക്സിമം അവരെ വർക്കിൽ അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. ഒരു ക്ലയന്റ് ഒരു രീതിയിലുള്ള പ്രഷർ എടുക്കേണ്ടി വരില്ല അല്ലേ സാർ ഹോംസ് ഫോറിനെ ഏൽപ്പിക്കുകയാണെങ്കിൽ? കാരണം സാർ പറഞ്ഞതുപോലെ പെർമിഷൻ തൊട്ട് പ്ലാൻ അപ്രൂവ് ചെയ്ത് പെർമിഷൻ തൊട്ട് കംപ്ലീഷൻ വരെ കീ ഹാൻഡ് ഓവർ ചെയ്യുന്ന വരെയുള്ള പ്രോസസ്സ് മൊത്തം സാർ ചെയ്യുന്നതായിരിക്കും. മാത്രവുമല്ല 10 years ഗ്യാരണ്ടി ഉണ്ട് സാർ. അത് കഴിഞ്ഞിട്ടുള്ള ഒരു 10 വർഷം കൂടിയുള്ള വാറണ്ടി കാര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ലീക്ക് ആയിക്കോട്ടെ, ക്രാക്ക് ആയിക്കോട്ടെ, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് പിന്നെ ബുദ്ധിമുട്ടേണ്ടി വരില്ല. ഒരു കോൺട്രാക്ടറിനെ ഏൽപ്പിച്ചാൽ സംബന്ധിച്ച് അത് അവർ വർക്ക് കഴിഞ്ഞോടെ കൂടിയിട്ട് അത് അവരത് കഴിഞ്ഞു. കാരണം ഒരു ഓരോ ഇപ്പോൾ മുമ്പത്തെ ഒരു സെൻട്രിങ്ങിൻ്റെ ലേബേഴ്സിനോട് ഒരു എന്തെങ്കിലും മിസ്റ്റേക്ക് പറയാൻ അതിൻ്റെ മുമ്പത്തെ ലേബേഴ്സിനോട് പറയാൻ പറയും. അങ്ങനെ ഓരോരുത്തരും അവരെ തല ഒഴിവാകും. അതാകുമ്പോൾ ഒരൊറ്റ ടീമിന് കൊടുത്താൽ, നല്ലൊരു ബിൽഡേഴ്സിന് കൊടുത്താൽ അവരത് വാറണ്ടി കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യും. സർ ബീങ് എ ബിൽഡർ, ഈ പറഞ്ഞതുപോലെ സാറിൻ്റെ ഒരു ഹാപ്പിനെസ് എലിമെൻറ്റ്, ഒരു ഹാപ്പിനെസ് ഇൻഡെക്സ് എത്രത്തോളമാണ് സാർ ഈ ഒരു വീട് കൈമാറി കഴിയുമ്പോൾ? പറഞ്ഞാൽ ഓരോ വീട് വെക്കുമ്പോഴും ഓരോ ഫാമിലിയെ സംബന്ധിച്ച് അവരുടെ സ്വപ്നമാണ്, അവരുടെ ജീവിതകാലം മുഴുവനുള്ള ഒരു സ്വപ്നമാണ് നമ്മൾ അവരുടെ ഹാൻഡ് ഓവർ ചെയ്യുന്നത്, അവരെ പോവുകയാണിയുന്നത്. അപ്പോൾ അവർക്ക് കിട്ടുന്ന ആരും സന്തോഷം തന്നെയാണ് നമുക്ക് ഏറ്റവും ഇത്. അതടുത്ത് ഒന്ന് കഴിയുമ്പോൾ അടുത്തത് അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത് ഡെയിലി നമുക്ക് അടുത്തതിലോട്ട് ബിസിനസ് കൂടുതലായിട്ടും ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് കൂടുതലായിട്ട് ഇതിലോട്ട് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ കാര്യങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത്. സാർ ഇപ്പോൾ അടുത്തിടയ്ക്ക് തന്നെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് സെൻസേഷൻ ആയൊരു മാറ്റർ ഉണ്ടായിരുന്നു. ഒരു വീട് വെച്ച് ഒരാൾക്ക് നൽകിയിട്ട് കുറച്ച് സിമ്പതിയുടെ പേരിലാണ് വീട് വെച്ച് നൽകി, അതുകൊണ്ട് തന്നെ അതിൻ്റെ ക്വാളിറ്റിയിൽ ഒരുപാട് കോംപ്രമൈസ് സംഭവിച്ചു എന്നും വീടിന് ലീക്കേജ് ഒക്കെ വന്നു എന്നും പിന്നെ അവരത് കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്തില്ല എന്നും അങ്ങനെ 2 വശങ്ങൾ നമ്മൾ കേൾക്കുന്നൊരു മൊമെൻ്റ് ഉണ്ടായിരുന്നു. സാർ ബീങ് എ ബിൽഡർ എങ്ങനെയാണ് അത് നിങ്ങളെല്ലാവരെയും ഒന്ന് എഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ സാർ ആ ഒരു ഇഷ്യൂ ഒക്കെ? എഫക്റ്റ് ചെയ്തിട്ടില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും നമുക്ക് അതിൻ്റെ ഭാഗത്തുനിന്ന് ആ ഒരു ബിൽഡറുടെ ഭാഗത്തു നിന്നുള്ളത് കേൾക്കാൻ ആരും തയ്യാറായിട്ടില്ല. ആ ഒരു വീടിന് ലീക്ക് കാര്യങ്ങളല്ല നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും. അവിടെ ഒരു GI പൈപ്പ് വെച്ചിട്ട് സ്ട്രെസ് വർക്ക് ചെയ്തിട്ടുള്ളത്. അത് നോർമലി മഴ പെയ്ത് അന്നത്തെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് വരാം. കാരണം ഒരിക്കലും അത് ലീക്കല്ല. അവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ GI പൈപ്പ് വെച്ചിട്ടുള്ള ചെറിയ ഇതാണ് വരുന്നിട്ടുള്ളത്. ആ ഒരു ഇത് ശ്രദ്ധിച്ചാണ്. ഒരിക്കലും നമ്മൾ ആ ബിൽഡറുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ കേട്ടിട്ടില്ല. അത് ഓരോ ഇത് യൂസ് ചെയ്തിട്ടുള്ള അവിടെ യൂസ് ചെയ്തിട്ടുള്ള ജിപ്സം പ്ലാസ്റ്ററിങ് കാര്യങ്ങളാണ്. അതിൻ്റെതായിട്ടുള്ള പോരായ്മ ഉണ്ടാവും. അതെന്താണോ അത് ശ്രദ്ധിക്കണം. ആ ഒരു ഭാഗത്ത് നിന്ന് ഒരിക്കലും അത് മെയിൻ്റനൻസിന്റെ പ്രശ്നമാണോ സാർ? ക്ലയന്റ് മെയിൻറ്റെയിൻ ചെയ്യാത്തത് കൊണ്ടാണ്? ക്ലയൻറ്റ് കറക്റ്റ് മെയിൻറ്റെയിൻ കാര്യങ്ങൾ ചെയ്യാത്തതും പിന്നെ ആ ഒരു അവിടെ ചെയ്തിട്ടുള്ള ഡിസൈന് അങ്ങനത്തെ ഒരു ഡിസൈനാണ് അവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഓരോ കാര്യങ്ങളാണ്. ഒരിക്കലും ആ വീടിൻ്റെ സ്ട്രക്ചറിൻ്റെ കാര്യങ്ങളൊന്നും ബാധിക്കില്ല. ഒരിക്കലും അങ്ങനത്തെ ക്വാളിറ്റി കാര്യങ്ങളും ചെയ്തിട്ട് ആ ഒരു ബിൽഡറും ചെയ്യില്ല. കാരണം ആ ഒരു ബിൽഡറെ സംബന്ധിച്ച് അവർ ഒരിക്കലും ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരിക്കലും ആ ക്വാളിറ്റി കുറക്കില്ല. കാരണം ഭാവിയിൽ അത് ഇത്രയും ഇത് ചെയ്യുമ്പോൾ അവരെ ബിസിനസ്സിനെ ബാധിക്കും. ഒരു ബിൽഡറും ഒരു ബിസിനസ്സും കാര്യങ്ങളും തകരാൻ വേണ്ടിയിട്ട് ഒരാൾ ചെയ്യില്ല. അവരെ സംബന്ധിച്ച് അവർ ഇതിന് വേണ്ടിയിട്ട് തന്നെയാണ് മാർക്കറ്റിംഗ് കാര്യങ്ങൾ വേണ്ടിയിട്ടുള്ള ഒരു എമൗണ്ടാണ് ഇതിൽ മാറ്റി വെച്ചിട്ടാണ് അത് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. സാർ ഇപ്പോൾ മൈൽ സ്റ്റോണിലൂടെ തന്നെ സാറ് നമ്മുടെ മൈൽ സ്റ്റോണിൻ്റെ പ്രേക്ഷകർക്ക് ഭയങ്കര സുപരിചിതനാണ്. ഒരുപാട് പേര് ഞങ്ങളെ വിളിച്ച് ചോദിക്കാറുണ്ട്, ഈ 9 ജില്ലകളിലായിട്ട് ഒതുങ്ങുകയാണോ, ഇനി ഞങ്ങളുടെ ജില്ലകളിലേക്ക് എത്തുമോ, നമ്മുടെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ടയിലൊക്കെ എത്തുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. സോ ഫ്യൂച്ചർ എക്സ്പാൻഷൻസ് എനിത്തിങ് ഇൻ മൈൻഡ് സർ? തീർച്ചയായും ഓൾ കേരള എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് സർവീസ് ഏറ്റവും ബെറ്റർ ആക്കിയിട്ട് മാത്രം അടുത്ത ജില്ല നോക്കുക എന്നുള്ളതാണ്. അതല്ലാതെ എല്ലാ ജില്ലയും കൂടി ഏറ്റെടുത്തിട്ട് ചിലപ്പോൾ എല്ലാം നോക്കി നടത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇതെല്ലാം ബാധിക്കും. നമ്മൾ ഇത്രയും മാർക്കറ്റിംഗ് കാര്യങ്ങൾ ബ്രാൻഡിങ് കാര്യങ്ങൾ ചെയ്ത് എല്ലാം ബാധിക്കും. ഓരോ ജില്ല നോക്കി അവിടെ സർവീസ് കാര്യങ്ങൾ ബെറ്റർ ആക്കി. കാരണം ലേബേഴ്സിൻ്റെ ബുദ്ധിമുട്ട് കാര്യങ്ങളുണ്ട്. ഇത്രയും വർക്ക് കാര്യങ്ങൾ വരുമ്പോൾ അത്രയും ലേബേഴ്സിന് വേണം. അപ്പോൾ അതിൻ്റെ കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഓരോ ജില്ല നോക്കി ക്ലിയർ ആയതിനു ശേഷം മാത്രം ഓരോ ജില്ലകളായിട്ട് മുന്നോട്ട് പോകുന്നുള്ളതാണ്. പക്ഷെ ഒന്നും പേടിക്കേണ്ട, ഏറ്റവും അടുത്ത സമീപഭാവിയിൽ തന്നെ ബാക്കിയുള്ള 5 ജില്ലകളിലേക്കും കൂടി ഹോംസ് ഫോർ എത്തുന്നതാണ് അല്ലേ സാർ? നമ്മൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഞാൻ തിരുവനന്തപുരത്ത് എത്താൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം അങ്ങനെയാണെങ്കിൽ സാർ എനിക്കൊരു വീട് സാർ പണി തരുമോ? തീർച്ചയായും. സാർ ഒരു സെഗ്മെന്റ് എന്ന് പറയുന്നത് നോ അബൌട്ട് ഹോംസ് ഫോർ ആണ്. ഹോംസ് ഫോർ ഒരു വീട് വെച്ച് കംപ്ലീറ്റ് ചെയ്ത് ഞങ്ങളിലേക്ക് നൽകാനായിട്ട് എത്ര സമയമെടുക്കും? മിനിമം ഓരോ ഫ്ലോറിനനുസരിച്ചിട്ടാണ്. സിംഗിൾ ഫ്ലോർ ആണെങ്കിൽ 8 മാസം മുതൽ 10 മാസം വരെ. ഡബിൾ ഫ്ലോർ ആണെങ്കിൽ 10 to 12 1 ഇയറിൻ്റെ ആ റേഞ്ചിൽ തന്നെ വേണ്ടി വരും. 2 നിലയുള്ള വീടാണെങ്കിൽ മാക്സിമം ഒരു 1 ഇയർ അല്ലേ സാർ? ഇനി ഈ വീട് പണിയുന്നതിൻ്റെ ഇടയ്ക്ക് ക്ലയൻസിൻ്റെ ഒരു ഇടപെടലുകൾ അല്ലെങ്കിൽ ഒരു അനാവശ്യമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വന്നാൽ അത് അനുവദിക്കുമോ സാർ? തീർച്ചയായും. ഓരോരുത്തരുടെ സ്വപ്നമാണല്ലോ വീട് എന്നുള്ളത്. അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഓരോ സ്റ്റേജ് കഴിയുമ്പോൾ അവർക്ക് വേറെ കൺസെപ്റ്റ് വരും, ഇന്ന രീതിയിൽ മാറ്റണം. തീർച്ചയായും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചിലപ്പോൾ എഗ്രിമെൻറ്റിൽ പറഞ്ഞിട്ടുള്ള അഡീഷണൽ ക്വാണ്ടിറ്റി മെറ്റീരിയൽസ് കാര്യങ്ങൾ വരുന്നുണ്ട്. അതിന് അഡീഷണൽ എക്സ്ട്രാ വർക്ക് കാര്യങ്ങൾ ചെയ്ത് അതിന് ഓരോ കസ്റ്റമർ എങ്ങനെയാണോ പറയുന്നത് അതിനനുസരിച്ച് നമ്മൾ ചെയ്യാറ്. സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെയുള്ള കാര്യങ്ങൾ, എൻഡിങ് മുതൽ ചിലപ്പോൾ മാറ്റങ്ങൾ വരുത്താം, ചിലപ്പോൾ അവരുടെ പ്ലാന് മാറ്റാം. അതൊക്കെ ഒരു കസ്റ്റമറിൻ്റെതാണ്. അവരെങ്ങനെയാണ് പറഞ്ഞത് അതിനനുസരിച്ച് തന്നെ ചെയ്യുന്നത്. ഏത് സമയത്തുള്ള ഇടപെടലുകൾ സ്വാഗതം ചെയ്യാണ് ഹോംസ് ഫോർ. ഓക്കെ.